നമസ്കാരം. പ്രധാന വാർത്തകൾ. കാട്ടിക്കുളത്ത് വാഹനാപകടം, 40-ലധികം പേർക്ക് പരിക്ക്. അപകടം കർണാടക RTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച്. ടൂറിസ്റ്റ് ബസ്സിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവറെ പുറത്തെടുത്തത് ഫയർഫോഴ്സ് എത്തിയ ശേഷം. ബത്തേരി ചെതലയത്തിന് സമീപം കരടികളുടെ ആക്രമണം. ഗോത്രയുവാവിന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് കൊമ്മഞ്ചേരി കാട്ടുനായ്ക്ക ഉന്നതിയിലെ യുവാവിന്. ആക്രമണം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ കെട്ടിടങ്ങൾ 7 ദിവസത്തിനകം ഒഴിയണമെന്ന് കാണിച്ച് നോട്ടീസ് പതിച്ചു. സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലെ കെട്ടിടങ്ങളിലുള്ള ഫർണിച്ചറുകളും മറ്റും എടുത്തുമാറ്റി താക്കോൽ കൽപ്പറ്റ വില്ലേജ് ഓഫീസിൽ ഏൽപ്പിക്കാനും നിർദ്ദേശം. പാടികൾ ഒഴിയേണ്ടി വരുമോ എന്ന ആശങ്കകൾ. വ്യക്തിവിരോധം തീർക്കാൻ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് സമൂഹമാധ്യമത്തിൽ അശ്ലീല കമന്റിട്ട ആൾ പിടിയിലായത് ചെതലയം സ്വദേശി. ഇയാൾ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ചത് എറണാകുളം സ്വദേശിയുടെ പേരിൽ. അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് കമന്റിട്ടത് ദുരന്തബാധിതരായ സ്ത്രീകളെ പരാമർശിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കും. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ ജൂൺ 2 തുറക്കും. ജില്ലയിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതിയത് 11,640 കുട്ടികൾ. വാർത്തകൾ വിശദമായി. കാട്ടിക്കുളം 54-ൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 40-ലധികം പേർക്ക് പരിക്ക്. കർണാടക RTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ടൂറിസ്റ്റ് ബസ്സിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. പുലാമന്തോളിൽ നിന്നും വയനാട് സന്ദർശിക്കാനെത്തിയ 40ഓളം പേരായിരുന്നു ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നത്. ബാവലി മഖാം സന്ദർശിച്ച ശേഷം തിരികെ പോകുന്നതിനിടെ കാട്ടിക്കുളം 54 ഭാഗത്തെ വളവിൽ വെച്ച് കർണാടക RTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ക്യാബിനിൽ കുടുങ്ങിയ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറെ അഗ്നിരക്ഷാ സേനയെത്തി ബസിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വയനാട് സിയാർത്തിന് വന്നാണ്. അങ്ങോട്ടെങ്ങോട്ടെങ്കിലും പോയി വരികയാണ്. ബാബലിക്ക് പോകണോ? ബാബലി തിരിച്ചു വരിക. എത്ര പേരുണ്ട് നിങ്ങളുടെ ബസ്സിൽ? നിങ്ങൾ കുടുംബക്കാരെല്ലാവരും? 35 ആളാ. ഇന്ന് വന്നതാ വയനാട്ടിലേക്ക്? എന്നിട്ട് നേരെ ബാവലി പോയി തിരിച്ചു വരിക. അന്നേരം ഈ ബസ് വന്ന് അടിച്ചതാ. ബസ് ഡ്രൈവറുടെ കാൽമുട്ടുകൾ വാഹനഭാഗങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. പരിക്കേറ്റവരിൽ ഏറെയും ടൂറിസ്റ്റ് ബസ് യാത്രക്കാരാണ്. കർണാടക RTC ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ 2 പേരെ തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. മലനാട് ന്യൂസ്, മാനന്തവാടി. മടക്കിമലയിൽ ശക്തമായ കാറ്റും മഴയും. കാറിന് മുകളിൽ മരം വീണു. മടക്കിമല മുസ്ലിം പള്ളിക്ക് സമീപം നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് മരം വീണത്. വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. കാർ പൂർണ്ണമായും തകർന്നു. മരത്തിന് ചുവട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. വേനൽ മഴയിലും കാറ്റിലും 1000ഓളം വാഴകൾ നിലംപൊത്തി. പനമരം അഞ്ചുകുന്ന് നിരപ്പേൽ ബേബിയുടെ 1.5 ഏക്കർ ഭൂമിയിലെ പകുതിയോളം വാഴകളും കപ്പയുമാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നിലംപൊത്തിയത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ അഞ്ചുകുന്ന് പഴഞ്ചേരിക്കുന്നിൽ ആഞ്ഞു വീശിയ കാറ്റിലാണ് നിരപ്പേൽ ബേബിയുടെ വാഴകൾ നശിച്ചത്. തോട്ടിൽ നിന്നും വെള്ളമടിച്ച് നനച്ചു വളർത്തി വളപ്രയോഗം ഉൾപ്പെടെ നടത്തിയ 8 മാസത്തിലധികം പ്രായമുള്ള വാഴകൾ കുലച്ചു വരുന്ന സമയത്താണ് നിലംപൊത്തിയത്. ഇതിന് ഇനി ഒരു പണി എടുക്കാനില്ല. എല്ലാ പണിയും കഴിഞ്ഞ് കെട്ട് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
വളം 5-6 വളം കൊടുത്ത് കൈ മുറിച്ച് ഇനി കെട്ടാനായിട്ടുള്ള അതിൻ്റെ കുത്തും കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാറ്റ് വന്നിട്ട് ഇങ്ങനെ പോയത്. 1.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ 1600ഓളം വാഴകളും കപ്പയുമാണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ പകുതിയിലേറെ വാഴകളും കാറ്റിൽ ഒടിഞ്ഞു വീണ് നശിച്ചുപോയി. കുല വിരിയുന്ന സമയത്താണ് കുള്ളൻ വിഭാഗത്തിൽപ്പെട്ട വാഴകൾക്ക് കാറ്റ് പിടിച്ചത്. ഇതുകാരണം ചിലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയിൽ ഒന്നും തന്നെ തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ്. നഷ്ടപരിഹാരത്തിനായി പനമരം കൃഷി ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. മലനാട് ന്യൂസ്, വെള്ളമുണ്ട. ശക്തമായ കാറ്റിലും മഴയിലും 1/2 ഏക്കർ സ്ഥലത്തെ വാഴകൃഷി പൂർണ്ണമായി നശിച്ചു. ആനപ്പാറ മരക്കാവ് വയലിൽ കൃഷിയിറക്കിയ മണ്ണേക്കാട്ട് വാസുവിൻ്റെ 600ഓളം വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വാസു പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റും മഴയ്ക്കും വാഴ പരിശാറും എത്ര വാഴ ഉണ്ടാവും? എത്ര വാഴ പോയേക്കും? 600 വാഴ. 600 വാഴ. എത്ര രൂപയുടെ നഷ്ടം? 2 ലക്ഷം രൂപ നിർബന്ധമായിട്ടും നഷ്ടം വന്നു. അപേക്ഷ കൊടുത്തോ നഷ്ടപരിഹാരം? അപേക്ഷ അല്ല, നഷ്ടപരിഹാരം ഒന്നും കൊടുത്തിട്ടില്ല. കരടിയുടെ ആക്രമണത്തിൽ ഗോത്രയുവാവിന് പരിക്ക്. ചെതലയം കൊമ്മഞ്ചേരി കാട്ടുനായിക്ക ഉന്നതിയിലെ ഗോപിക്കാണ് പരിക്കേറ്റത്. സമീപത്തെ വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. 2 കരടികളുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായാണ് ഗോപി രക്ഷപ്പെട്ടത്. ഇന്നുച്ചയ്ക്ക് 1:30 സംഭവം. ചെതലയം പടിപ്പുര വനമേഖലയിൽ വിറക് ശേഖരിക്കുന്നതിനിടെയാണ് ഗോപിക്ക് നേരെ കരടികളുടെ ആക്രമണമുണ്ടായത്. ഗോപിയെ 2 കരടികൾ പാഞ്ഞെത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗോപിയുടെ ഇടത് കൈക്കും ഷോൾഡറിനും കഴുത്തിലും സാരമായി പരിക്കേറ്റു. വിറക് ശേഖരിക്കുന്നതിനായി കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ചാണ് കരടികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ഗോപി പറഞ്ഞു. ഉച്ചയ്ക്ക് 1:30 ഗോപി എന്ന് പറയുന്ന ആൾ കൊമ്മഞ്ചേരി കോളനിയിലായിരുന്നു താമസം. അവിടെ നിന്നും ഒരു 10 വർഷം മുമ്പ് മാറ്റി പാർപ്പിച്ചാണ്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പോത്തിന് നോക്കാനും വിറകെടുക്കാനും കൂടെ പോയതാണ്. ഫോറസ്റ്റ് ബൗണ്ടറിയിൽ വെച്ചിട്ടാണ് സംഭവം എന്നാണ് ഇപ്പോൾ ഗോപി പറഞ്ഞത്. 2 കരടി ഉണ്ടായിരുന്നു. കൈക്ക് കടിച്ച് പറിച്ചിട്ടുണ്ട്, കഴുത്തിൻ്റെ അവിടെയും മാതി പറിച്ചിട്ടുണ്ട്. പിന്നീട് പരിക്കുകളോടെ ചെതലയം 6 മൈലിലെത്തിയ ഗോപിയെ പ്രദേശവാസിയായ ഓട്ടോ ഡ്രൈവറാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. മുൻപും പ്രദേശത്തെ വനമേഖലകളിൽ വെച്ച് ആളുകൾക്ക് നേരെ കരടിയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. കരടികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചെതലയം കൊമ്മഞ്ചേരി ഉന്നതിയിലെ ഗോപിയെ MLA IC ബാലകൃഷ്ണൻ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഇന്നുച്ചയ്ക്ക് ശേഷം 2:30 സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തി MLA ഗോപിയെ സന്ദർശിച്ചത്. ഗോപിയോടും വനം വകുപ്പ് ജീവനക്കാരോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ MLA ഡോക്ടറോടും പരിക്കുവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗോപിയുടെ തുടർ ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാണ് മടങ്ങിയത്. മറ്റ് UDF നേതാക്കളും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ കെട്ടിടങ്ങൾ 7 ദിവസത്തിനകം ഒഴിയണമെന്ന് കാണിച്ച് നോട്ടീസ് പതിച്ചു. സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലെ കെട്ടിടങ്ങളിലുള്ള ഫർണിച്ചറുകളും മറ്റും എടുത്തുമാറ്റി താക്കോൽ കൽപ്പറ്റ വില്ലേജ് ഓഫീസിൽ ഏൽപ്പിക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. പലയിടങ്ങളിലായി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. പാടികളും ഒഴിയേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ടൗൺഷിപ്പ് പദ്ധതിക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലെ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടിയാണ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി എസ്റ്റേറ്റിന്റെ വിവിധ ഇടങ്ങളിൽ നോട്ടീസ് പതിച്ചു. ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങളിൽ ഉള്ളവർ ഫർണിച്ചറുകളും മറ്റും നീക്കം ചെയ്ത കെട്ടിടം ഒഴിഞ്ഞു നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കെട്ടിടം ഒഴിഞ്ഞ ശേഷം താക്കോൽ കൽപ്പറ്റ വില്ലേജ് ഓഫീസറെ ഏൽപ്പിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. നോട്ടീസ് പതിച്ചതോടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളും ആശങ്കയിലായി. പാടികളിൽ താമസിക്കുന്നവർ ഒഴിയേണ്ടി വരുമോ എന്നാണ് ആശങ്ക. അറിയില്ല, 7 ദിവസത്തിന്റെ ഉള്ളിൽ ഒഴിയെന്ന് പറഞ്ഞാൽ എവിടേക്ക് പോകും? ഈ മുറ്റത്ത് കിടക്കുക. ഇപ്പൊ വലിയ ആൾക്കാരെടുത്തപ്പോ വലിയ അല്ല, ഞങ്ങൾക്ക് 7 ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റൂം ഒഴിയണമെന്ന്, ഒരാഴ്ചേൻ്റെ ഉള്ളിൽ റൂം ഒഴിയണമെന്ന്. പിന്നെ പറയുന്നത് കേട്ടിട്ടില്ല. പിന്നെ ഇതുവരെ പറയുന്നത് കേട്ടില്ല. അപ്പം നിങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത് റൂം ഒഴിയേണ്ട കാര്യം. നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. അല്ലാതെ അവിടെ ആരും വന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെയും നേരിട്ട് നോട്ടീസ് നൽകുകയോ ഒഴിയാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി പെട്ടെന്ന് ഒഴിയേണ്ടി വന്നാൽ എവിടെ പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ടൗൺഷിപ്പ് പദ്ധതി നിർമ്മാണം പുരോഗമിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ കൂടുതൽ സന്നാഹങ്ങളുമായി നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കും. ഇതിന്റെ ഭാഗമായാണ് ഒഴിപ്പിക്കൽ നടപടി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വ്യക്തിവിരോധം തീർക്കാനായി വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് സമൂഹമാധ്യമത്തിൽ അശ്ലീല കമന്റിട്ട ആൾ പിടിയിലായി.
ചെതലയം സ്വദേശി ബാഷിദാണ് പിടിയിലായത്. എറണാകുളം സ്വദേശി റിജോയുടെ പേരിലാണ് ഇയാൾ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുകയും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്ന തൊട്ടടുത്ത ദിവസം ദുരന്തബാധിതരായ സ്ത്രീകളെ പരാമർശിച്ച് അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് കമന്റിട്ടതും. വയനാട് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. എറണാകുളം സ്വദേശിയായ റിജോയുടെ കൽപ്പറ്റയിലെ സ്ഥാപനത്തിലായിരുന്നു ബാഷിത്ത് ജോലി ചെയ്തിരുന്നത്. ബാഷിത്തിനെ സ്ഥാപനത്തിൽ നിന്നും റിജോ പറഞ്ഞുവിട്ടതോടെ റിജോയോട് ബാഷിത്തിന് വ്യക്തിവിരോധമായി. റിജോയെ സമൂഹത്തിനിടയിൽ മോശക്കാരനാക്കുക എന്ന ലക്ഷ്യവുമായാണ് പ്രതി ഉരുൾപൊട്ടൽ ദുരന്തകാലത്ത് റിജോയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഉണ്ടാക്കിയത്. ദുരന്തബാധിതരായ സ്ത്രീകളെ പരാമർശിച്ച് അശ്ലീല കമന്റ് ഇട്ടു. വ്യാജ പ്രൊഫൈലും കമന്റും ശ്രദ്ധയിൽപ്പെട്ട റിജോ തന്നെ അന്ന് പോലീസിലെത്തി തന്റെ നിരപരാധിത്വം ബോധിപ്പിച്ചിരുന്നു. പിന്നീട് കമന്റിട്ടയാളെ പിടികൂടാനായി വയനാട് സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. അങ്ങനെയാണ് റിജോയോട് വ്യക്തിവിരോധമുള്ള ഭാഷ്യത്തിലേക്ക് അന്വേഷണം എത്തുന്നത്. ഭാഷ്യത്തിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. വയനാട് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ഷജു ജോസഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9 വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചതാണിത്. SSLC +2 പരീക്ഷകൾ മാർച്ച് 3 തുടങ്ങി 26 അവസാനിച്ചത്. വയനാട് ജില്ലയിൽ ഇത്തവണ 11,640 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ ജൂൺ 2 തുറക്കും. കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ നടുവട്ടം പോലീസ് സ്റ്റേഷനിൽ പുലിയെത്തി. കഴിഞ്ഞ ദിവസം രാത്രി 8:30 സംഭവം. തുറന്നിട്ട വാതിലിലൂടെ പുലി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ CCTV ദൃശ്യമാണ് പ്രചരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പ്രവേശിച്ച പുലി പുറത്തേക്ക് പോയതിനു ശേഷം ഒരു പോലീസുകാരൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് പുലിയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാതിലടയ്ക്കുന്ന ദൃശ്യവും കാണാം. ഈ പ്രദേശങ്ങളിൽ പുലിയടക്കമുള്ള വന്യമൃഗശല്യവും രൂക്ഷമാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി. നമ്പ്യാർകുന്ന് പുതുശ്ശേരി ഷൺമുഖൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്താണ് ഇന്ന് പുലർച്ചെ 3:30 കാട്ടാനയെത്തിയത്. 10 മിനിറ്റോളം ഇവിടെ തമ്പടിച്ച കാട്ടാന പിന്നീട് നൂൽപ്പുഴ വനത്തിലേക്ക് മറഞ്ഞു. ഷൺമുഖൻ മാസ്റ്ററുടെ വീട്ടിലെ CCTVയിൽ നിന്നുമാണ് കാട്ടാന വീട്ടുമുറ്റത്തെത്തിയ ദൃശ്യം ലഭിച്ചത്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ ചുരമില്ലാ പാതയ്ക്ക് വേണ്ടി വനത്തിലൂടെ രാവുണർത്തൽ യാത്ര സംഘടിപ്പിക്കുന്നു. റോഡിനു വേണ്ടി കഴിഞ്ഞ 2.5 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ജനകീയ കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വേറിട്ട സമരം നടത്തുന്നത്. കഴിഞ്ഞ 850 ദിവസങ്ങളായി ജില്ലയുടെ ബദൽ പാതയ്ക്കായി പൂഴിത്തോട് ജനകീയ സമിതി സമരരംഗത്തുണ്ട്. സമിതിയുടെ ഇടപെടലിന്റെ ഭാഗമായാണ് പാതയുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായി സർക്കാർ 1.5 കോടി രൂപ വകയിരുത്തിയത്. ഇതേ തുടർന്ന് പാതയുടെ ജില്ലയിലെ വനപാതയിലൂടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി. എന്നാൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായുള്ള വനഭാഗത്ത് പല കാരണങ്ങളാൽ ഇൻവെസ്റ്റിഗേഷൻ നീണ്ടുപോവുകയാണ്. വനം വകുപ്പിന്റെ അനാസ്ഥയുടെ ഭാഗമായാണ് കാലതാമസം നേരിടുന്നതെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. റോഡ് സംബന്ധമായിട്ടുള്ള പടിഞ്ഞാറത്തറ ജനകീയ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നാളെ ഏപ്രിൽ 30, 2025 ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് കത്തിച്ച തീപ്പന്തങ്ങൾ, മെഴുകുതിരികൾ, മൊബൈൽ ഫ്ലാഷുകൾ ഉപയോഗിച്ചുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങൾ വിവിധ മതരാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടി ഒരു പദയാത്ര, ഒരു വനമാർച്ച് നടത്തുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച വൈകിട്ട് 6:30 സമരപന്തലിൽ നിന്നും രാവുണർത്തൽ യാത്ര നടത്തുന്നത്. നിശ്ചിത പാതയിലൂടെ തീപ്പന്തങ്ങളും മെഴുകുതിരികളും മൊബൈൽ ഫ്ലാഷുകളുമായി 100 കണക്കിന് പ്രവർത്തകർ വനത്തിലേക്ക് മാർച്ച് നടത്തും. ഏകദേശം 50ഓളം മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനത്തിൽ പ്രവേശിക്കുന്ന പ്രവർത്തകർ പാതയിൽ ആധിപത്യം ഉറപ്പിച്ച് ബോർഡ് സ്ഥാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അധികൃതർ അനാസ്ഥ തുടർന്നാൽ അടുത്ത ഘട്ടത്തിൽ വഴി വെട്ടുന്നതുൾപ്പെടെയുള്ള സമരവുമായി രംഗത്ത് വരുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലനാട് ന്യൂസ്, വെള്ളമുണ്ട. തവിഞ്ഞാലിൽ പ്രവർത്തിക്കുന്ന ക്രഷർ നാട്ടുകാർക്ക് ദുരിതമാകുന്നതായി പരാതി. ക്രഷറിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ച് പ്രദേശവാസികൾ. പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന തണ്ടേക്കാട് ക്രഷറിന്റെ പ്രവർത്തനമാണ് നാട്ടുകാരെ പ്രയാസത്തിലാക്കിയിരിക്കുന്നത്. ക്രഷറിന്റെ പ്രവർത്തനത്താലുള്ള പൊടിപടലം കാരണം പ്രദേശത്തെ ഒട്ടേറെ കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. പ്രദേശത്തെ വീടുകളുടെ ചുവരുകൾ വിള്ളൽ വീണ നിലയിലാണ്. നാട്ടുകാരുടെ കൃഷികളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്.
പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച് മാനേജ്മെന്റ് താൽക്കാലിക പ്രവർത്തനാനുമതി നേടുകയായിരുന്നു. എന്നാൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ ക്രഷറിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും പ്രതിഷേധവുമായി തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപിൽ എത്തുകയും ചെയ്തത്. ഇവരോട് എന്നും പറയാറുണ്ട് ഇത് നിർത്തണം, പക്ഷേ ഇവർ ഓരോ ദിവസവും മെഷീൻ്റെ സൗണ്ടുകൾ കൂട്ടുകയും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഒത്തിരി ആളുകൾ, അതായത് ഇവിടുന്ന് തൊട്ടടുത്താണ് 100 മീറ്ററുള്ള സ്കൂളിലേക്ക്, 200 മീറ്ററുള്ള സ്കൂളിലേക്ക്, അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇതിലേ പോകുന്നുണ്ട്. ഈ റോഡൊന്നും ഇല്ല. ഇപ്പോൾ റോഡിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, റോഡിൻ്റെ സൈഡൊന്നും ഇല്ല. റോഡ് കാര്യങ്ങളെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കാണേലും എൻ്റെ മോനെ തന്നെ ആണേലും ജലദോഷം വിട്ടുമാറുന്നില്ല. അതെന്ന് പൊടിച്ചപ്പോൾ പൊടീൻ്റെ അലർജിയാണ്. ഇതിപ്പോൾ ഇത്രയും വലിയൊരു കൃഷി, ഇത്രയും ആളുകൾ താമസിക്കും, 200-ഓളം കുടുംബങ്ങൾ ഇതിൻ്റെ ചുറ്റും താമസിക്കുന്നു. ക്വാറിയുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ 200-ഓളം കുടുംബങ്ങൾ പ്രയാസത്തിലാണ്. പ്രദേശവാസികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാതെ ലൈസൻസ് പുതുക്കി നൽകില്ലെന്ന നിലപാടിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. മലനാട് ന്യൂസ്, മാനന്തവാടി. തവിഞ്ഞാൽ പഞ്ചായത്തിൽ ലൈസൻസ് ഇല്ലാതെ 2 മാസമായി പ്രവർത്തനം തുടരുന്ന തണ്ടേക്കാട്ട് ക്രഷറിൻ്റെ പ്രവർത്തനത്താൽ പ്രതിസന്ധിയിലാണ് നാട്ടുകാർ. പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകാതിരുന്നിട്ടും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ശബ്ദമലിനീകരണവും പൊടിപടലവുമെല്ലാം ഒട്ടേറെ കുടുംബങ്ങളെയാണ് പ്രയാസത്തിലാക്കുന്നത്. പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ ജനശബ്ദത്തിലൂടെ. ഇവിടെ ഒരു തണ്ടേക്കാട്ട് സ്റ്റോൺ ക്രഷർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു രോഗിയാണ്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ആരോഗ്യപരമായിട്ടും എല്ലാം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ക്രഷർ മൂലം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീടുകൾക്ക് വന്ന വിള്ളലുകൾ, വീടിന് മുഴുവൻ വിള്ളലാണ്. പുതിയതായിട്ട് പണിത വീടാണ്, മുഴുവൻ വിള്ളലാണ്. അതെല്ലാം ഇതിൻ്റെ ജർക്കിംഗ് മൂലമാണ്. അതുകൊണ്ടാണ് വിള്ളലുകളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഈ ക്രഷർ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം 100-200 വീട്ടുകാർ ഈ പ്രദേശത്തുള്ളതാണ്. ഈ 200 വീട്ടുകാർക്കും പൊടിശല്യവും സൗണ്ടും അതേപോലെ കുട്ടികൾക്കുള്ള അസുഖങ്ങൾ, കുട്ടികൾക്കൊക്കെ സ്ഥിരം ജലദോഷവും മറ്റ് അസുഖങ്ങളൊക്കെയാണ്. അതേപോലെ ഇതിൻ്റെ അടുത്ത് വേറെ സുഖമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ പ്രായമായവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ വണ്ടി വലിയ ലോഡ് വണ്ടിയാണ് വരുന്നത്. ഇത് ചെറിയ റോഡാണ്. അതിനേക്കാളും ഉൾക്കൊള്ളുന്നതിനേക്കാൾ വലിയ ലോഡൊക്കെയാണ് ഇതിലേ വരുന്നത്. അതുകൊണ്ട് ഈ നിലവിലെ നാട്ടുകാർക്ക് മൊത്തം പ്രശ്നമാണ്. വിഷമത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത്. കാരണം പിള്ളേർക്കും ജലദോഷം വിട്ടുമാറുന്നില്ല. താഴെ വലിയൊരു കുളം കുത്തിയിരിക്കുക. ഇവർ രാപ്പകലില്ലാണ്ട് ഈ വെള്ളം അടിക്കുക. വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളം താഴേക്ക് ഞങ്ങളൊക്കെ കൃഷിക്കാരാണ്, ഞങ്ങൾക്കൊന്നും ഒരു വെള്ളമില്ല. ആ വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. ഈ വെള്ളമെല്ലാം ഇവിടെ ഈ രാപ്പകൽ ഇതെപ്പോൾ നിർത്തിയതാണ്. നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മാനേജ്മെൻറ്റിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ സമരവുമായി അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് പഞ്ചായത്ത് തീരുമാനം. പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി, മാർച്ച് മാസത്തിൽ ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ ലൈസൻസ് പുതുക്കി കൊടുക്കാത്ത സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഇപ്പോൾ അവർ നിയമവിരുദ്ധമായിട്ട് അവിടെ ക്രഷർ പ്രവർത്തിക്കുന്നത്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു നാടിൻ്റെ അക്ഷരഭൂമികയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനിതകുമാരി ടീച്ചർക്ക് നാട്ടുകാരൊരുക്കിയത് വികാരപരമായ യാത്രയപ്പ്. തൻ്റെ 33 വർഷത്തെ സർവീസ് ജീവിതം പൂർണ്ണമായും മൈലമ്പാടി 4 സെൻറ്റ് ഉന്നതിയിലെ അംഗൻവാടിയിൽ കർമ്മനിരതയായ ടീച്ചർ ഇതോടകം അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയത് ആയിരക്കണക്കിന് കുരുന്നുകൾക്ക്. ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തിയ ചടങ്ങിൽ ഏപ്രിൽ 30 വിരമിക്കുന്ന ടീച്ചർക്ക് രക്ഷിതാക്കൾ അടക്കമുള്ളവർ നിറ കണ്ണുകളോടെയാണ് യാത്രയപ്പ് നൽകിയത്. അനിത ടീച്ചർ നാട്ടുകാർക്ക് വെറുമൊരു അംഗൻവാടി ടീച്ചർ മാത്രമായിരുന്നില്ല. ഒരു നാടിൻ്റെ സ്പന്ദനമറിയുന്ന നാടിൻ്റെ തന്നെ ടീച്ചർ അമ്മയായിരുന്നു അവർ. നാട്ടുകാരെ മുഴുവൻ തൻ്റെ ഉറ്റവരും ഉടയവരുമായി കണ്ടു. 3 പതിറ്റാണ്ടിലേറെയായി ഞാൻ ഈ ജോലിയിൽ പ്രവേശിച്ചിട്ട് ആദ്യ ദിനം മുതൽ അവസാന ദിനം വരെ ഒരിടത്ത് ജോലി ചെയ്യുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് എൻ്റെ മാത്രം കഴിവല്ല. ഒരുപാട് സഹായവും സഹകരണവും കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത്. ടീച്ചറമ്മയുമായി ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന പ്രദേശത്തെ 100 കണക്കിന് വീട്ടമ്മമാരടക്കമുള്ളവരും നിറകണ്ണുകളോടെയാണ് ടീച്ചർക്ക് യാത്രയയപ്പ് നൽകിയത്. ഒരു നാടിൻ്റെ തന്നെ സംസ്കാര രൂപീകരണത്തിലേക്ക് ആയിരക്കണക്കിന് കുരുന്നുകളെ കൈപ്പിടിച്ചുയർത്തിയ ടീച്ചർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള യാത്രയയപ്പ് തന്നെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നൽകിയത്. യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന
അവർക്ക് പാട്ടും ഡാൻസും പറഞ്ഞു കൊടുക്കുന്ന, അറിവിന്റെ അക്ഷരത്തിന്റെ ലോകത്തേക്ക് മടികൂടാതെ കടന്നു വരുന്നതിനുള്ള ഒരു അടിസ്ഥാന തലമൊരുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതൊരു അംഗൻവാടി ടീച്ചറാണ്. 33 വർഷം +3 ഒരു 36 വയസ്സ് ഉള്ള ആള് മുതൽ ഇപ്പോ 3 വയസ്സുള്ള ആള് വരെ ഈ അംഗൻവാടിയിലൂടെ ആണ് അക്ഷരത്തിന്റെ അറിവിന്റെ ലോകത്തേക്ക് കടന്നുപോയിട്ടുള്ളത്. ഒരു നാടിൻ്റെ പൊതുപ്രവർത്തകയായ ടീച്ചർ പ്രായത്തിൻ്റെ അനിവാര്യതയിൽ സർവീസ് ജീവിതത്തിൽ നിന്നും വിരമിക്കുമ്പോൾ അംഗൻവാടിയിലെ കുരുന്നുകളും ടീച്ചർക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകിയാണ് യാത്രയാക്കിയത്. അംഗൻവാടി ഹെൽപ്പർ അനിത, കായിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അലിയാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 428, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 261, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670 രൂപ, നേന്ത്രക്കായ കിലോയ്ക്ക് 45 രൂപ, ഇഞ്ചി ചാക്കിന് 1200 രൂപ, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 180 രൂപ, സ്വർണം പവന് 71,840 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടിക്കുളത്ത് വാഹനാപകടം, 40-ലധികം പേർക്ക് പരിക്ക്. അപകടം കർണാടക RTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച്. ടൂറിസ്റ്റ് ബസ്സിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവറെ പുറത്തെടുത്തത് ഫയർഫോഴ്സ് എത്തിയ ശേഷം. ബത്തേരി ചെതലയത്തിന് സമീപം കരടികളുടെ ആക്രമണം. ഗോത്രയുവാവിന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് കൊമ്മഞ്ചേരി കാട്ടുനായ്ക്ക ഉന്നതിയിലെ യുവാവിന്. ആക്രമണം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ കെട്ടിടങ്ങൾ 7 ദിവസത്തിനകം ഒഴിയണമെന്ന് കാണിച്ച് നോട്ടീസ് പതിച്ചു. സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലെ കെട്ടിടങ്ങളിലുള്ള ഫർണിച്ചറുകളും മറ്റും എടുത്തുമാറ്റി താക്കോൽ കൽപ്പറ്റ വില്ലേജ് ഓഫീസിൽ ഏൽപ്പിക്കാനും നിർദ്ദേശം. പാടികൾ ഒഴിയേണ്ടി വരുമോ എന്ന ആശങ്കകൾ. വ്യക്തിവിരോധം തീർക്കാൻ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് സമൂഹമാധ്യമത്തിൽ അശ്ലീല കമന്റിട്ട ആൾ പിടിയിലായത് ചെതലയം സ്വദേശി. ഇയാൾ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ചത് എറണാകുളം സ്വദേശിയുടെ പേരിൽ. അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് കമന്റിട്ടത് ദുരന്തബാധിതരായ സ്ത്രീകളെ പരാമർശിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കും. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ ജൂൺ 2 തുറക്കും. ജില്ലയിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതിയത് 11,640 കുട്ടികൾ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. തുടർന്ന് ന്യൂസ് വേസിൽ അശ്വിനി ശ്രീവേൽ ചേരും. നമസ്കാരം.